ഇപ്പോൾ മോദിജിയുടെ ഒരു സങ്കല്പത്തിൽ ഈ ടൂറിസം എന്ന് പറയുന്നത് കേവലം ഒരു കോവളം, ഒരു മൂന്നാർ, ഒരു ഊട്ടി, അതിനപ്പുറത്തേക്ക് ഒരു കൾച്ചറൽ ഹെറിറ്റേജും കൂടി കൂട്ടിയിണക്കി മേ ബി ഒരു പേൾ നെക്ലസ് പോലെ ഇപ്പോൾ അതിനൊപ്പം ആർട്ടിസാൻസിനും കൂടി ഗുണം ചെയ്യുന്ന കൂടെ ഇപ്പോൾ അങ്ങ് വരുന്നത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്നാണ്. അപ്പോൾ ആ ജോലി തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇന്ത്യൻ ആർട്സിൻ്റെ ഒരു പ്ലാറ്റർ ഉണ്ടാക്കുകയാണ്. അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും കൾച്ചറിനെ അടിസ്ഥാനമാക്കി, UT പ്രദേശങ്ങളുടെ കൾച്ചറിനെ അടിസ്ഥാനമാക്കി അവരുടെ തനത് കലാരൂപങ്ങൾ ഇത് വിതറാൻ പോവുകയാണ്. കഥകളി എന്ന് പറയുന്നത് ഒരു സീസണൽ ഡിസ്പ്ലേ ആയിരിക്കും മണിപ്പൂരിലും മിസോറാമിലും ഒക്കെ. അങ്ങനെ ഒരു ടൂറിസം സ്റ്റേജിങ് ഇന്ത്യ ഓൺ പ്ലാറ്റ്ഫോം സെറ്റ് ഫോർ the new taste of tourism. That is my idea. I will have to take endorsement from the Prime Minister and my senior minister who is in the cabinet. They will decide. എനിക്ക് ഞാൻ കണ്ട എൻ്റെ ഭാരതം, ഞാൻ കണ്ട എൻ്റെ ഭാരതമല്ലാത്ത മറ്റു പലരുടെയും പല രാജ്യങ്ങളെന്ന ഒരു രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ സ്ട്രക്ചറിലും ജോഗ്രാഫിക്കൽ സ്ട്രക്ചറിലും അവരുടെ എല്ലാം ഭാരതമാണ് അവരുടെ രാജ്യങ്ങൾ. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഞാൻ ഇവിടെയും ഇതാകാമായിരുന്നു എന്ന് ആഗ്രഹിച്ച് ഒരു മനുഷ്യൻ്റെ യാത്രയിലൂടെ സ്വാംശീകരിച്ച് ഇന്നും ഇവിടെ കാണാത്ത ഒരു നന്മ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു അവസരമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ ആത്യന്തികമായിട്ട് അതാണ് കരുതുന്നത്. ഹി ഹാസ് പുട്ട് മീ ഇൻ ടു ദ എക്സാക്ട് മിനിസ്റ്റർ. കഥകളെക്കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം. ഈ വള്ളത്തോൾ കുടുംബത്തിൽ നിന്നൊരു ആവശ്യം കുറച്ച് നാളായിട്ടുണ്ട്. അത് അവർ ചില വെബിനാറുകളും ഒക്കെ നടത്തിയിരുന്നു. ഒക്ടോബർ 16 കഥകളി ദേശീയ കഥകളി ദിനം ഒക്ടോബർ 16 കഥകളി ദിനമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഔദ്യോഗികമായി നേരത്തെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ അതേക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ടോ? അത് പരിഗണിക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. യൂണിഫോം ഡിസ്പ്ലേ, യൂണിഫോം ഡിസ്ബേഴ്സൽ എന്നെല്ലാം പറയുന്നത് ഒരു കരുതലായിരിക്കണം. വി ആർ എ നേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു ദിവസം ആട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വരുമ്പോൾ ചിലപ്പോൾ അത് കേരളത്തിൽ മാത്രമാവാം, അല്ലേ? അപ്പോൾ അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് അതിനൊരു ഉറപ്പ് കിട്ടാതെ ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല. പക്ഷേ ആഗ്രഹം എൻ്റേത് കൂടിയായി മാറി എന്ന് കൂട്ടിക്കോളും.